മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഉണ്ടാക്കാം. ഈ ഒരു പാത്രം മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. 1 പോട്ട് ചിക്കൻ ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഹോൾ ലെഗ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 3 ടേബിൾ സ്പൂൺ തൈരും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കുന്ന ആ പാത്രത്തിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ബേ ലീഫും 3 ഏലക്കയും 3 ഗ്രാമ്പും 3 ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാളയൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പം അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തടഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഞാനിവിടെ ഒരു പിടി മല്ലിയിലയും അതിൻ്റെ പകുതി പുതിനയിലയുമാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം കൊണ്ട് അത് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ മുഴുവനും വേകേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 75% ഒക്കെ വെന്താൽ മതി. അപ്പോഴേക്കും നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ഹോൾ ലെഗാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനോടെയുള്ള ചിക്കൻ എടുത്ത് ബിരിയാണി തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ടത് വെള്ളത്തിൽ നിന്നൊന്ന് കഴുകി വാരിയെടുത്ത് വെച്ചിരുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. സാധാരണ നമ്മൾ സോക്ക് ചെയ്യാത്ത റൈസ് ആണെങ്കിൽ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു 20 മിനിറ്റ്സോളം സോക്ക് ചെയ്തതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം വീതമാണ് ചേർക്കുന്നത്. ഞാനിതിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. തണുത്ത വെള്ളം ചേർക്കരുത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. അല്പം കൂടി വെള്ളമൊന്ന് വറ്റാനുണ്ട്. ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റൈസൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും എൻ്റെ വെള്ളമൊക്കെ വറ്റി അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഗീ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ 1 പോട്ട് ചിക്കൻ ബിരിയാണി
ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തതോ ഒണിയൻ ഫ്രൈ ചെയ്തതോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുമ്പം നമുക്ക് മുട്ട പുഴുങ്ങിയതും ഒക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.